പതിവില്ലാത്ത പട്ടികുരയും ബഹളവും ഒക്കെ കേട്ടപ്പോൾ എന്നെ പറ്റിയെന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പാടത്ത് പോയി നോക്കിയപ്പോൾ ഒന്നല്ല രണ്ടല്ല ഒരു 4000 താറാങ്കുഞ്ഞുങ്ങൾ അങ്ങനെ നടക്കുക പാടത്തൂടെ. കുറച്ച് പേര് കുളിക്കുന്നു, കുറച്ച് പേര് നീന്തുന്നു, കുറച്ച് പേര് കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ തോർത്തി നിൽക്കുന്നുണ്ട് പാടവരമ്പിലൂടെ. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇടയിലൂടെ ഞങ്ങളെ പാടത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞ് കുറച്ച് കൊക്കമ്മാവന്മാരും വന്നിപ്പുണ്ട്. പരമാവധി എല്ലാവരും ഒരു മത്സരം എന്നോണം ഞണ്ടിനെയും മീനിനെയും ഒക്കെ കൊത്തി തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. അവനവനെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയും ജപവും ഒക്കെ പാസ്സാക്കി കരയിലൂടെ നടന്നും വെള്ളത്തിലൂടെ നീന്തിയൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും കൂടുതൽ താറാക്കുഞ്ഞുങ്ങളെ കാണുന്നേ. 10 കിലോമീറ്ററിനപ്പുറത്ത് നിന്നൊരു ചേട്ടൻ ഇതുങ്ങളെല്ലാം കൊണ്ട് പാടത്തൂടെ നടന്നു പോകുന്നതത്രേ. ഇങ്ങനെ കൊണ്ടു നടന്ന് തീറ്റി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം കേട്ടോ. അങ്ങനെ അതും കണ്ട് നിൽക്കുമ്പോൾ ഒരു പട്ടി ഓടി താറാവുകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഓർത്തു ഇപ്പം എല്ലാത്തിനും തീരുമാനവും കടിച്ച് പിടിച്ചെല്ലാം കൊണ്ടുപോകുന്നോർത്തെ. പട്ടി വരുന്നതിനനുസരിച്ച് താറാക്കൂട്ടങ്ങൾ ഓടി രക്ഷപ്പെടുന്നവർ ഓടുന്നുണ്ട്. കുറച്ച് പേര് വെള്ളത്തിലേക്ക് ചാടി, കുറച്ച് പേര് കരയിലേക്ക് ചാടി, എല്ലാവരും അടിമുടി ഓടി കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു, അത് ആ താറാവുകളെ കൂട്ടം തെറ്റാതെ നോക്കുന്ന നായയാണെന്ന് പറഞ്ഞു. സംഭവം ശരിയായിരുന്നു കേട്ടോ. ഞങ്ങളത് അത്ഭുതത്തോടെ നോക്കി നിന്നു. അത് ആ പാടവരമ്പ് മുറിച്ച് കടന്ന് പയ്യെ അപ്പുറത്തോടെ നടന്നു വരുന്ന കണ്ടപ്പോൾ എന്തോ ഒരു സംശയം. ഈ താറാക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിക്കുമെന്ന് കരുതി ഞങ്ങളെ ഓടിക്കാൻ വരുന്നതാണോ എന്നൊരു സംശയം. അടുത്തേക്ക് വന്നു കണ്ടപ്പോൾ ഒരു പേടി തോന്നിയെങ്കിലും അത് അതിൻ്റെ വഴിക്ക് പോയിട്ടോ. പിന്നെയും ഒരുപാട് നേരം അവരുടെ കുളിസീനും കഴിക്കലും ഒക്കെ കണ്ട് ഇങ്ങനെ നെടുവീർപ്പിട്ട് നിന്നു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അതുങ്ങളിങ്ങനെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് അതുങ്ങളിങ്ങനെ കുളിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. ഒരാൾ പോണതിൻ്റെ പുറകെ എല്ലാവരും കൂടി വരിയായി പോകുന്നത് കാണാൻ നല്ലൊരു രസം തന്നെയാണ്. 8-10 എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ മുതലാളി അവിടെ അതാ ചാഞ്ഞിരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പാവം. ഇവരെ എല്ലാവരെയും ആ നായേനെ നോക്കാൻ ഏൽപ്പിച്ചേച്ച് അതിൽ പുള്ളി കിടന്ന് വിശ്രമിക്കുക കേട്ടോ. പുള്ളിയെപ്പോലെ വേറെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നേ. ഒരാൾ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ആളുകൾ വരുന്നത്. അങ്ങനെ 4 ചേട്ടന്മാരും 2 നായ്ക്കളും കൂടി ആ പാടം മുഴുവനും ആഘോഷമായിരുന്നു. കുറച്ചു നേരം കണ്ടു നിന്ന് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം അടുത്ത വീഡിയോയുമായി